രണ്ട് കാര്യങ്ങൾ ഇവിടെ പ്രതിപക്ഷ നേതാവ് പരാമർശിക്കുകയുണ്ടായി. ഒന്ന്, വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് താൽക്കാലിക പ്രതിഭാസം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അതൊരു ആഗോള പ്രതിഭാസമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആഗോളവൽക്കരണത്തിൻ്റെ കാലത്ത് അതിർത്തി രേഖകൾ, രാജ്യങ്ങളുടെ അതിർത്തി രേഖകളൊക്കെ അപ്രസക്തമാകുന്ന കാലമാണ്. അതിർത്തി രേഖകൾക്ക് അപ്പുറത്തേക്ക് ഒഴുകി പരക്കുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും എന്ന പോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും അതിൻ്റെ അനുരണനങ്ങൾ കാണും. പണ്ടുള്ളതിനേക്കാൾ എത്രയോ കൂടുതൽ ഫ്ലൈറ്റ് സർവീസുകൾ നമുക്കുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ വായ്പകളൊക്കെ പെരുകിയിട്ടുള്ള സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ പോക്കും അതിനനുസരിച്ചുണ്ടാവും. ഇന്ത്യയിൽ നിരവധി സംസ്ഥാനങ്ങൾ കേരളത്തേക്കാൾ കൂടുതലുണ്ട്. ആന്ധ്രാപ്രദേശ് 12%, പഞ്ചാബ് 12%, മഹാരാഷ്ട്ര 11%, ഗുജറാത്ത് 8%, തമിഴ്നാട് 7%, കർണാടക 5%, കേരളം 4% എന്ന നിലയിലാണ് കണക്ക്. അപ്പോൾ ഇക്കാര്യത്തിൽ വേവലാതിപ്പെടാനല്ല, മറിച്ച് കേരളത്തിലെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും ഗുണമേന്മയും ഉറപ്പുവരുത്തി ലോകോത്തര നിലവാരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുകയാണ്. ഒന്നാമത് മുൻഗണന ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, കണ്ണൂർ സർവകലാശാല VC-യുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്, ഗവർണർ തന്നെ അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരം അപ്ലൈ ചെയ്യാതെയാണ് ചെയ്തത് ഈ ഒരു നിയമനം നടത്തിയത് എന്നുള്ളത് കൊണ്ട് അത് അസാധുവാകുന്നു എന്നുള്ളതാണ്.